ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പുറത്തേക്കൊഴുക്കുന്ന വലിയൊരു ഫലമാണല്ലോ സൗമ്യത. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് എപ്പോഴും സൗമ്യത പുറത്തേക്കൊഴുകും. അവർ മറ്റുള്ളവരോട് ശാന്തമായി സംസാരിക്കും, സൗമ്യതയോടുകൂടി പെരുമാറും. നമുക്ക് കർത്താവിൻ്റെ വചനം നോക്കാം. 2 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 24-ാം തിരുവചനത്തോടെ നമുക്ക് ധ്യാനിക്കാം. കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനാകരുത്. തുറന്നു പറയാണ്, എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. എല്ലാവരോടും എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൽ, ഈ ഭൂമിയിലുള്ള ഏത് മനുഷ്യരോടായാലും ശരി, കൊള്ളക്കാരനായിക്കോട്ടെ, മോശക്കാരനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, തിന്മയിൽ ജീവിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തിയോട് നമ്മൾ എങ്ങനെയായിരിക്കണം? സൗമ്യതയുള്ളവനായിരിക്കണം എല്ലാവരോടും. അപ്പോൾ കുടുംബജീവിതം നയിക്കുന്ന ഒരു കുടുംബിനിയായിക്കോട്ടെ, കുടുംബജീവിതം നയിക്കുന്ന ഒരു പിതാവായിക്കോട്ടെ, കുടുംബത്തിൽ വളർന്നു വരുന്ന മക്കളായിക്കോട്ടെ, അവരെല്ലാവരും പരസ്പരം സൗമ്യതയുള്ളവരായിരിക്കണം. ഈ കാലഘട്ടത്തിൽ ഭാര്യമാർ സൗമ്യതയോടുകൂടെ ഭർത്താക്കന്മാരോട് പെരുമാറുന്നവർ ധാരാളമുണ്ട്. എന്നാൽ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നവരുമുണ്ട്. അവരുടെ വഴിക്ക് വിടുക. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപയില്ലാത്തതുകൊണ്ടാകാം ഒരു പക്ഷേ അവർക്ക് സൗമ്യതയില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നത്. ഇവിടെ എല്ലാവരോടും എന്നാണ് പറയുന്നത്. കുടുംബം, ഇടവക, കൂട്ടായ്മകൾ, അതുപോലെ തന്നെ നാമുമായി ബന്ധപ്പെട്ടു പോകുന്ന മറ്റ് കമ്മ്യൂണിറ്റികൾ, എല്ലാ മേഖലയിലുമുള്ള വ്യക്തികളോട് എല്ലാവരോടും നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. സൗമ്യതയുള്ളവർ, അതുപോലെ തന്നെ യോഗ്യനായ അധ്യാപകൻ. ഒരു അധ്യാപകൻ്റെ യോഗ്യത എന്താ? ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിപ്പിക്കണമെങ്കിൽ സ്നേഹപൂർവം ഉള്ള പെരുമാറ്റമാണ് മറ്റുള്ളവരെ ആ വ്യക്തിയിലേക്ക് അടുപ്പിക്കുന്നത്. വെറുപ്പോടും കലുഷിതമായ അവസ്ഥയോടും കൂടെ പഠിപ്പിക്കാൻ പോകുന്ന ഒരു അധ്യാപകൻ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു കുട്ടികളും അത് ശ്രദ്ധിക്കത്തില്ല. ആ കുട്ടികൾക്ക് ആ വ്യക്തിയോട് വെറുപ്പായിരിക്കും. എന്നാൽ കുട്ടികളോട് ആയിക്കോട്ടെ, ഏത് മേഖലയായിക്കോട്ടെ, സ്കൂളായിക്കോട്ടെ, ഏത് മേഖലയായിക്കോട്ടെ, സൗമ്യമായി സ്നേഹപൂർവം പെരുമാറുന്ന ഒരു വ്യക്തിയോട് കൂടുതൽ ബഹുമാനവും ആദരവും മറ്റുള്ളവർ കാണിക്കും. ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു വലിയ സത്യമാണ്. ഇവിടെ പറയുന്ന യോഗ്യനായ അധ്യാപകൻ. എന്താണ് യോഗ്യത? ഇവിടെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ നമുക്ക് നൽകുന്ന അധ്യാപനം എന്ന് പറയുന്നത്, പഠിപ്പിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചില്ല, അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ എന്ന് ഈശോ പറഞ്ഞ് തൻ്റെ ശിഷ്യന്മാരെ ദൗത്യമേൽപ്പിക്കുമ്പോൾ ഈശോ പഠിപ്പിച്ചത് എന്താണ്? സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നതാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അപ്പോൾ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ആ ക്ലാസ്സിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ അവിടെ കഴിവുള്ളവരുണ്ട്, കഴിവില്ലാത്തവരുണ്ട്, സൗന്ദര്യമുള്ളവരുണ്ട്, സൗന്ദര്യമില്ലാത്തവരുണ്ട്, അംഗവൈകല്യമുള്ളവരുണ്ട്, ബുദ്ധി കുറവുള്ളവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ വ്യക്തികളെയും സ്നേഹിക്കുവാനും ആ സ്നേഹിച്ച് സൗമ്യതയോടുകൂടെ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായിട്ട് ഇടപഴകുമ്പോൾ ആ സൗമ്യത, പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന സൗമ്യത മറ്റൊരു വ്യക്തിയുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കടന്നു ചെല്ലുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ്. അപ്പോൾ ആ അധ്യാപകൻ പഠിപ്പിക്കുന്നത് അവർക്ക് സ്വീകരിക്കാൻ പറ്റും. ഇതാണ് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, യോഗ്യനായ അധ്യാപകൻ. ഈ യോഗ്യനായ അധ്യാപകന് മറ്റൊന്നും കൂടെ ഉണ്ടായിരിക്കണം, അവൻ ക്ഷമാശീലനായിരിക്കണം. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2:24 പറയുന്നുണ്ട്, മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ എന്തുകൊണ്ട് നിന്നെ തന്നെ പഠിപ്പിക്കുന്നില്ല? മോഷ്ടിക്കരുതെന്ന് പഠിപ്പിക്കുന്ന നീ മോഷ്ടിക്കുന്നു.
കൊള്ളയടിക്കുന്ന പഠിപ്പിക്കരുത്, നീ കൊള്ളയടിക്കുന്നു. വ്യഭിചാരം ചെയ്യരുതെന്ന് പഠിപ്പിക്കുന്നു, നീ തന്നെ അത് ചെയ്യുന്നു. ഉണ്ടോ? മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ എന്തുകൊണ്ട് നിന്നെ തന്നെ പഠിപ്പിക്കുന്നില്ല? അപ്പോൾ കർത്താവ് ശംസിക പറയുകയാണ്, അവൻ എങ്ങനെയുള്ളവനായിരിക്കണം? അവൻ ക്ഷമാശീലനായിരിക്കണം. അവൻ്റെ ജീവിതത്തിലേക്ക് മറ്റ് മേഖലകളിൽ നിന്നൊക്കെ കല്ലേറുകൾ കടന്നു വരുമ്പോൾ അത് ക്ഷമയോടുകൂടെ സ്വീകരിക്കുവാനും അതുപോലെ തന്നെ അതിനെ ഒന്ന് അതിജീവിക്കുവാനും ആ ക്ഷമ കൈവിടാതെ കൊണ്ട് ക്ഷമാപൂർവം മറ്റുള്ളവരോട് പെരുമാറുവാനും ഒക്കെ നമുക്ക് സാധിക്കുമ്പോഴാണ് പ്രിയ സഹോദരങ്ങളെ നമ്മളിലൂടെ ഈ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന ആ സൗമ്യത മറ്റുള്ളവരിലേക്ക് ഒഴുകിയെത്തുകയുള്ളൂ. അപ്പം നമുക്ക് വേണ്ടത് ഒരു യോഗ്യനായ ഒരു അധ്യാപകൻ, മറ്റുള്ളവരെ വചനം പഠിപ്പിക്കുന്ന വ്യക്തിയായിക്കോട്ടെ, ആ അധ്യാപകന് വേണ്ടത് സൗമ്യത, ശാന്തത, എളിമത്വം, വിധേയത്വം. അതുപോലെ തന്നെ ഇതെല്ലാം സൗമ്യതയുടെ ഭാഗം തന്നെയാണ്. ക്ഷമാശീലൻ. ഈ മേഖലയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ, വചനം പങ്കുവയ്ക്കുവാൻ നമുക്ക് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, തിരുവചനത്തിലൂടെ സംസാരിച്ച കർത്താവെ നന്ദി പറയുന്നു. കർത്താവെ അവിടുന്ന് പറഞ്ഞുവല്ലോ, കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്, എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണമെന്ന്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ മേഖലകളെല്ലാം ഒന്ന് വളർത്തണമേ. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സൗമ്യതയോടെ ഒരു പെരുമാറുവാനും ഉള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.